നമസ്കാരം. ദശാബ്ദങ്ങളായി ഇസ്ലാമിക നിയമങ്ങളെ കർശനമായി പിന്തുടർന്ന് മദ്യവിൽപ്പന പൂർണ്ണമായും നിരോധിച്ച രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ ഇന്ന് ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും ഏറ്റവും വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ രാജ്യം ഒരു പുതിയ യുഗത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. ദുബായും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ടൂറിസത്തിലൂടെയും വിദേശ നിക്ഷേപത്തിലൂടെയും കുതിച്ചുയരുമ്പോൾ മദ്യനിരോധനം വികസനത്തിന്റെ വേഗത കുറയ്ക്കുന്ന ഒരു ഘടകമായി മാറുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സൗദി ഇപ്പോൾ ഇതാ ഉത്തരം തേടുന്നു. വിഷൻ 2030 എന്ന സ്വപ്ന പദ്ധതിയുടെ ഭാഗമായി രാജ്യം സാമ്പത്തിക വൈവിധ്യവൽക്കരണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഉയർന്ന വരുമാനമുള്ള പ്രവാസികളെയും ആകർഷിക്കാൻ ജിദ്ദയിലും ദമാമിലും ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ നിയന്ത്രിത മദ്യ വിതരണ കേന്ദ്രങ്ങൾ തുറക്കാനുള്ള വിപ്ലവകരമായ തീരുമാനം ഇതാ സൗദി എടുത്തിരിക്കുന്നു. ഈ നീക്കം സൗദിയുടെ യാഥാസ്ഥിതിക നിലപാടുകളിൽ നിന്നുള്ള ഒരു നാഴികക്കല്ലായ വ്യതിചലനമാണ്. മദ്യത്തിന് മേലുള്ള ഈ നിയന്ത്രിത ഇളവ് സാമ്പത്തിക വളർച്ചയും ആഗോള ആകർഷണീയതയും ഉറപ്പാക്കുന്നതിന് മതപരമായ കർശന നിലപാടുകൾക്ക് പോലും അയവ് വരുത്താൻ ഭരണകൂടം തയ്യാറാണെന്ന വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. സൗദിയുടെ ഈ സമൂലമായ മാറ്റം മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായുള്ള മത്സരത്തിന്റെ ചിത്രം എങ്ങനെ മാറ്റി എഴുതുമെന്നും ഈ വിപ്ലവം രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നത് ഇനി ലോകം ഉറ്റുനോക്കുക തന്നെ ചെയ്യും. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ജിദ്ദയിലും ദമാമിലും പുതിയ മദ്യ വിതരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള സൗദി അറേബ്യയുടെ നീക്കം ലോക ശ്രദ്ധ ആകർഷിക്കുന്ന വിഷൻ 2030 പരിഷ്കാരങ്ങളുടെ ഏറ്റവും പുതിയതും നിർണായകവുമായ ചുവടുവെപ്പാണ്. ദശാബ്ദങ്ങളായി കർശനമായ ഇസ്ലാമിക നിയമങ്ങൾ നിലനിർത്തിയിരുന്ന ഒരു രാജ്യത്ത് ഇത്തരം മാറ്റങ്ങൾ കേവലം ഒരു സാമ്പത്തിക പരിഷ്കരണം എന്നതിലുപരി വലിയ സാംസ്കാരികവും സാമൂഹികവുമായ പരിവർത്തനത്തിന്റെ സൂചനയാണ് നൽകുന്നത്. ഈ നീക്കത്തിന് പിന്നിലെ പ്രാഥമിക ലക്ഷ്യം കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മുന്നോട്ട് വെച്ച വിഷൻ 2030ന്റെ ഭാഗമായുള്ള സാമ്പത്തിക വൈവിധ്യവൽക്കരണം തന്നെയാണ്. എണ്ണയെ മാത്രം ആശ്രയിച്ചുള്ള വരുമാനം കുറച്ച് ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസത്തെയും വിദേശ നിക്ഷേപകരെയും പ്രൊഫഷണലുകളെയും രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നതാണ് സൗദിയുടെ പ്രധാന ലക്ഷ്യം. വിദേശികൾക്ക് കൂടുതൽ സൗഹൃദപരവും ആധുനികവുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലൂടെ ദുബായ്, അബുദാബി തുടങ്ങിയ പ്രാദേശിക എതിരാളികളുമായി മത്സരിക്കാൻ സൗദി അറേബ്യക്ക് സാധിക്കും. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയെ പുതിയ കാലത്തേക്ക് തുറന്നുവിടാനുള്ള ശ്രമമായി നമുക്കിതിനെ നോക്കിക്കാണാം. എങ്കിലും ഈ പുതിയ വിതരണ കേന്ദ്രങ്ങൾ സാധാരണ പൗരന്മാർക്ക് എളുപ്പത്തിൽ മദ്യം ലഭ്യമാക്കുന്ന ഒരു സാഹചര്യമല്ല ഉടൻ സൃഷ്ടിക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്റ്റോറുകൾ പ്രധാനമായും മുഴുവൻ സമയ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും, അതായത് വിദേശ എംബസികളിലെ ജീവനക്കാരെയും അതുപോലെ തന്നെ പ്രത്യേക പാസ് ഉള്ള മറ്റ് വിദേശ പൗരന്മാരെയും ലക്ഷ്യം വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. കർശനമായ മാനദണ്ഡങ്ങളിലൂടെയും നിയന്ത്രണങ്ങളിലൂടെയുമായിരിക്കും വിൽപ്പന നടക്കുന്നത്. പൊതുസമൂഹത്തിൽ മദ്യത്തിന്റെ വ്യാപനം ഒഴിവാക്കാനും അതേസമയം തന്നെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സന്തുലിത സമീപനമാണ് സൗദി ഭരണകൂടം ഇവിടെ സ്വീകരിക്കുന്നത്. മതപരമായി യാഥാസ്ഥിക നിലപാടുകൾക്ക് പ്രാധാന്യം നൽകുന്ന സൗദിയെ സംബന്ധിച്ചിടത്തോളം ഈ പരിഷ്കാരം ആഭ്യന്തര തലത്തിൽ ചെറിയ തോതിലുള്ള വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും പരിഷ്കാരങ്ങളുടെ പേരിൽ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. മൊത്തത്തിൽ ജിദ്ദയിലേക്കും ദമാമിലേക്കുമുള്ള ഈ പുതിയ വിതരണ കേന്ദ്രങ്ങളുടെ വരവ് ലോകോത്തര കായിക ഇനങ്ങളും വിനോദ പരിപാടികളും സജീവമാകുന്ന പുതിയ സൗദി അറേബ്യയുടെ മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യത്തെ തന്നെയാണ് അടിവരയിടുന്നത്. സൗദി അറേബ്യ പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന കർശനമായ മദ്യവിരുദ്ധ നയങ്ങളിൽ നിന്നുള്ള വ്യതിചലനം കേവലം ഒരു നയപരമായ മാറ്റത്തിനപ്പുറം ആധുനിക ഗൾഫ് ചരിത്രത്തിലെ ഏറ്റവും വിപ്ലവാത്മകമായ സാമൂഹിക പരിവർത്തനമാണെന്ന് ഈ അവസരത്തിൽ പറയാതെ വയ്യ. ഇസ്ലാമിക നിയമങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് മദ്യം പൂർണ്ണമായും നിരോധിച്ചിരുന്ന പശ്ചാത്തലത്തിൽ ജിദ്ദയിലും ദമാമിലും ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നിയന്ത്രിത മദ്യവിതരണ കേന്ദ്രങ്ങൾ തുറക്കാനുള്ള ഈ വിപ്ലവകരമായ തീരുമാനം രാജ്യം അതിന്റെ യാഥാസ്ഥിതിക മുഖച്ഛായ എത്രത്തോളം മാറ്റാൻ തയ്യാറാണ് എന്നതിന്റെ ശക്തമായ സൂചന തന്നെയാണ് ലോകത്തിന് നൽകുന്നത്. ഈ നാടകീയമായ മാറ്റത്തിന് പിന്നിലെ പ്രേരക ശക്തി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ നേതൃത്വത്തിലുള്ള വിഷൻ 2030 പരിപാടി തന്നെയാണ്. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എണ്ണയെ ആശ്രയിക്കുന്നത് കുറച്ച് വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കുക, ഒപ്പം ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസത്തിന്റെയും വിനോദത്തിന്റെയും കേന്ദ്രമായി സൗദിയെ മാറ്റുക എന്നത് തന്നെയാണ്. അന്താരാഷ്ട്ര കമ്പനികളെയും വിദഗ്ധരെയും രാജ്യത്തേക്ക് ആകർഷിക്കണമെങ്കിൽ അവർക്ക് ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളതുപോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും
ചില സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കേണ്ടതുണ്ടല്ലോ. നിലവിലുള്ള നയങ്ങൾ വിദേശ പ്രതിനിധികളെയും ബിസിനസ് പ്രമുഖരെയും സൗദിയിലേക്ക് വരാൻ മടിക്കുന്നതിന് കാരണമാകുന്നത് കൊണ്ട് തന്നെ ഈ മാറ്റം സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ഭരണകൂടം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്കിലും ഈ നീക്കം സൗദി അറേബ്യ ഒരു പാശ്ചാത്യവൽക്കരിച്ച രാജ്യമാക്കി മാറ്റുമെന്ന ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ വിതരണ കേന്ദ്രങ്ങൾ നിയന്ത്രിതവും പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതുമായിരിക്കുമെന്ന് സൗദി ഭരണകൂടം എന്തായാലും ഉറപ്പാക്കും. നയതന്ത്ര ഉദ്യോഗസ്ഥരെയും വിദേശികളായ പ്രൊഫഷണലുകളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ഈ സൗകര്യങ്ങൾ കർശനമായ ലൈസൻസിങ് ക്വാട്ട സംവിധാനങ്ങളിലൂടെ ആയിരിക്കും പ്രവർത്തിക്കുക. പൊതുജനങ്ങൾക്ക് മദ്യം സുലഭമാക്കുക എന്നതിലുപരി അന്താരാഷ്ട്ര നയതന്ത്ര സമൂഹത്തിനും വിദേശ തൊഴിലാളികൾക്കും അവരുടെ സാംസ്കാരിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു സംവിധാനം ഒരുക്കുകയാണ് ഭരണകൂടം ഇതിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ തീരുമാനം രാജ്യത്തിനകത്ത് യാഥാസ്ഥിക സമൂഹത്തിൽ നിന്നൊരു ചെറിയ എതിർപ്പിന് സാധ്യതയുണ്ടെങ്കിലും കിരീടാവകാശിയുടെ അധികാരത്തിന്റെ പിൻബലത്തിൽ ഈ പരിഷ്കാരങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ മദ്യനയത്തിലെ ഈ വിപ്ലവാത്മകമായ മാറ്റം സൗദി അറേബ്യയുടെ ആധുനികവൽക്കരണത്തിനായുള്ള പ്രതിബദ്ധതയുടെ പ്രഖ്യാപനം കൂടിയാണ്. ഇത് വിദേശ നിക്ഷേപകരെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കാനുള്ള സൗദിയുടെ ശ്രമങ്ങൾക്ക് പുതിയ വേഗം നൽകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് തവണ വിഷൻ 2030 കുറിച്ച് സംസാരിച്ചു. ശരിക്കും അത് എന്താണെന്നൊരു സംശയമുണ്ടല്ലോ അല്ലെ? കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ 2016 അവതരിപ്പിച്ച വിഷൻ 2030 സൗദി അറേബ്യ ഒരു എണ്ണ സമ്പദ് വ്യവസ്ഥ എന്നതിൽ നിന്ന് മാറ്റി ആഗോളതലത്തിൽ സ്വാധീനമുള്ള വൈവിധ്യപൂർണവും ഊർജ്ജസ്വലവുമായ ഒരു രാഷ്ട്രമാക്കി മാറ്റാനുള്ള സമഗ്രമായ പദ്ധതിയാണ്. അതായത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുനഃക്രമീകരിക്കുക, സാമൂഹിക ചട്ടക്കൂടുകൾ പരിഷ്കരിക്കുക, അന്താരാഷ്ട്ര സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നീ 3 പ്രധാന ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പരിവർത്തനം മുന്നോട്ട് പോകുന്നത്. എണ്ണ ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇതിന്റെ കേന്ദ്ര ബിന്ദു തന്നെയാണ്. സൗദി അരാംകോയുടെ ചരിത്രപരമായ ഓഹരി വിൽപ്പന ഉൾപ്പെടെയുള്ളവയിലൂടെ വിദേശ നിക്ഷേപ ഫണ്ടിന്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും ആഗോള നിക്ഷേപങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യവൽക്കരണ പദ്ധതികളിൽ ഒന്നിന് തുടക്കവും കുറിച്ചു. ഈ സാമ്പത്തിക മാറ്റങ്ങൾക്കൊപ്പം തന്നെ സാമൂഹിക പരിഷ്കാരങ്ങളിലും സൗദി വിപ്ലവം സൃഷ്ടിക്കുകയാണ്. സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാൻ അനുമതി നൽകിയത് മുതൽ സിനിമാശാലകൾ തുറന്നതും അന്താരാഷ്ട്ര കായിക വിനോദ പരിപാടികൾ രാജ്യത്തേക്ക് കൊണ്ടുവന്നതും വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് സൗദിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി. കർശനമായ മതപരമായ നിയമങ്ങൾ നിലനിർത്തിയിരുന്ന രാജ്യത്ത് ടൂറിസം, വിനോദം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിയമങ്ങൾ ലഘൂകരിക്കുന്നതും മദ്യത്തിന്റെ നിയന്ത്രിത വിൽപ്പനയെക്കുറിച്ച് ആലോചിക്കുന്നതും സാംസ്കാരിക മാറ്റത്തിന്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ ചെങ്കടൽ ടൂറിസം പദ്ധതി, ഭാവിയിലെ നഗരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിയോം തുടങ്ങിയ അതിബൃഹത്തായ മെഗാ പ്രൊജക്ടുകൾക്ക് തുടക്കമിട്ടുകൊണ്ട് സൗദി അറേബ്യ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി കഴിഞ്ഞു. ഈ പദ്ധതികൾ രാജ്യത്തെ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ലോജിസ്റ്റിക് ഹബ്ബാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പരിഷ്കാരങ്ങൾ സൗദിയുടെ പരമ്പരാഗത ഐഡന്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികതയിലേക്കും ആഗോളവൽക്കരണത്തിലേക്കും രാജ്യം കടന്നു വരുന്നതിന്റെ വ്യക്തമായ സൂചനയും നൽകുന്നു. അപ്പോൾ സൗദിയിൽ ഇപ്പോഴുണ്ടാകുന്ന മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. സൗദിയിൽ മദ്യവിൽപ്പന തുടങ്ങുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ അറിവുകളും ഇതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.